സാധാരണയായി നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പണം എൻ്റെ ജീവിതത്തിലോട്ട് വരുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും പണം എന്തുകൊണ്ട് എനിക്ക് വരുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം. എന്തുകൊണ്ട് നമുക്ക് പണം വരുന്നില്ല എന്നാണ്. അതിന് പകരം നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്ത് തിങ്ക് ചെയ്യാൻ നോക്കുക. പണം വരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പണത്തിനെ അട്രാക്റ്റ് ചെയ്യാം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. സാധാരണയായിട്ട് നമ്മളൊരു ഡോക്ടറെ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഡോക്ടറോട് പോകുന്നു, ഡോക്ടർ ഇന്നതാണ് കാര്യം എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡോക്ടർ ഒരു സൊല്യൂഷൻ പറയുന്നു. അതുപോലെ തന്നെയാണ് പണം നമുക്ക് നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്തൊക്കെയോ കാര്യമായ ബ്ലോക്കുകളുണ്ടെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലോക്ക് നമ്മളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് നമ്മളെപ്പോഴും ദരിദ്രനെ പോലെ ചിന്തിക്കുകയും അല്ലെങ്കിൽ എനിക്ക് ദാരിദ്ര്യമാണ് എന്നുള്ളൊരു മനോരോഗത്തോടു കൂടിയായിരിക്കും നമ്മൾ നടക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ബ്ലോക്കുകളെ നമ്മൾ ഹീല് ചെയ്താൽ മാത്രമേ പണം നമ്മളിലോട്ട് വരത്തുള്ളൂ. അത് പണം എന്ന് പറയുന്ന ഒരു എനർജിയാണ്. നമ്മൾ എത്രത്തോളം പണത്തിനെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം പണം നമ്മളെയും സ്നേഹിക്കുന്നുണ്ടായിരിക്കും. ഒരിക്കലും വെറും കടലാസുകൾ മാത്രമായിട്ട് ഒരിക്കലും ഒരു പണത്തിനെ കാണേണ്ടത്. അത് അത്രത്തോളം എനർജിയാണ്. പണം നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഏത് സ്ഥലവും ചുറ്റിക്കറങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനന്തമാണ്. അതെല്ലാം നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നത് ഈ വെറും നോട്ടുകെട്ടുകൾ കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഒരു കടലാസ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് കടലാസായിട്ട് കാണാതെ അതൊരു എനർജി അല്ലെങ്കിൽ ഒരു പവറായിട്ട് തന്നെ നമ്മൾ കാണുക. നമ്മൾ പണത്തിനെ വളരെയധികം, നമ്മൾ എത്രയാണോ നമ്മളെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പണത്തിനെ നമ്മൾ സ്നേഹിക്കാനായിട്ട് തുടങ്ങുക. നമ്മുടെ ഓരോ കാര്യവും, അല്ലെങ്കിൽ നമുക്ക് ഉള്ള പണത്തിന് നമ്മൾ നന്ദി പറയുക. നമ്മുടെ കയ്യിൽ 1 രൂപയാണ് ഉള്ളതെങ്കിലും അതിന് നമ്മൾ നന്ദി പറയുക. കാരണം ആ 1 രൂപ നമ്മുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ നമ്മൾ ചെയ്ത ഏതോ ഒരു പുണ്യ കാര്യങ്ങൾ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുന്ന സമയത്തും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സോട് കൂടിയേ കൊടുക്കാവൂ. അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തതാണ്, ഞാൻ കൊടുക്കുകയാണ്, എനിക്ക് കൊടുക്കേണ്ടി വന്നല്ലോ എന്നൊരിക്കലും വിഷമിക്കരുത്. ആ പണം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിതൊരു സഹായമായിട്ട് ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള പണം എന്നിലോട്ട് മടങ്ങി വരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി വേണം കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.